മിക്ക എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? യൂദായിലെ ബെത്ലഹേമിൽ, എഫ്രായിം മലനാട്ടിൽ, ഗാസായിൽ, സോറേക്ക് താഴ്വരയിൽ. ഉത്തരം എഫ്രായിം മലനാട്ടിൽ. മിക്കായുടെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട എത്ര വെള്ളിനാണയങ്ങളാണ് മിക്ക എടുത്തത്? 100, 200, 500, 1100. ഉത്തരം 1100. വെള്ളി നാണയങ്ങൾ തിരികെ കിട്ടിയപ്പോൾ മിക്കായുടെ അമ്മ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? അതുകൊണ്ട് ഭക്ഷണം വാങ്ങി ഒരു കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ കർത്താവിന് മാറ്റിവെച്ചു. മിക്കായ്ക്ക് സമ്മാനം നൽകി, അതുകൊണ്ട് വസ്ത്രം വാങ്ങി. ഉത്തരം ഒരു കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ കർത്താവിന് മാറ്റിവെച്ചു. മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ച വെള്ളി നാണയങ്ങൾ എത്രയായിരുന്നു? 100, 200, 500, 1000. ഉത്തരം 200. ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ടുണ്ടാക്കിയ എന്താണ് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചത്? ഒരു ബലിപീഠം, ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും, ഒരു യാഗവസ്തു, ഒരു വിളക്ക്. ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. പ്രതിഷ്ഠ നടത്താൻ മിക്കായ്ക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ഒരു വലിയ വീട്, ഒരു പൂജാഗ്രഹം, ഒരു വലിയ കുടുംബം, ധാരാളം സമ്പത്ത്. ഉത്തരം ഒരു പൂജാഗ്രഹം. മിക്ക തൻ്റെ പൂജാഗ്രഹത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? ഒരു ഏഫോദും വിഗ്രഹങ്ങളും, ഒരു ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും, ഒരു ബലിപീഠവും ബലിമൃഗങ്ങളും, ഒരു കിണറും വിളക്കും. ഉത്തരം ഒരു ഏഫോദും വിഗ്രഹങ്ങളും. മിക്ക പുരോഹിതനായി അവരോധിച്ചത് ആരെയാണ്? തൻ്റെ ഒരു പുത്രനെ, ഒരു ലേവ്യനെ, ഒരു എബ്രായനെ, ഒരു ഫിലിസ്തീനെ. ഉത്തരം തൻ്റെ ഒരു പുത്രനെ. മിക്കായുടെ കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ച ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ്. ഇല്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. ഉണ്ടായിരുന്നു, പക്ഷേ ദുർബലനായ ഒരു രാജാവ്. ഇല്ലായിരുന്നു, പകരം ന്യായാധിപന്മാർ ഭരിച്ചു. ഉത്തരം ഇല്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. യൂദായിലെ ബെത്ലഹേമിൽ നിന്നും വന്ന യുവാവ് ഏത് വംശജനായിരുന്നു? ബെഞ്ചമിൻ, ലേവി, യൂദ, എബ്രായിം. ഉത്തരം യൂദ. യൂദായിലെ ബെത്ലഹേമിൽ നിന്ന് വന്ന ലേവ്യൻ എന്തിനാണ് അവിടെ നിന്നും പുറപ്പെട്ടത്? വ്യാപാരം ചെയ്യാൻ, ഒരു യുദ്ധത്തിൽ ചേരാൻ, ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച്, മിക്കായെ കാണാൻ. ഉത്തരം ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച്. ലേവ്യൻ യാത്ര ചെയ്ത് എത്തിച്ചേർന്നത് എവിടെയാണ്? ജെറുസലേമിൽ, എഫ്രായിം മലനാട്ടിൽ, ഷീലോയിൽ, ഗിൽഗാലിൽ. ഉത്തരം എഫ്രായിം മലനാട്ടിൽ. മിക്ക ലേവിനോട് തന്നോടുകൂടി താമസിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തു പദവിയാണ് വാഗ്ദാനം ചെയ്തത്? ഭൃത്യൻ, പിതാവും പുരോഹിതനും, സഹോദരൻ, ഉപദേഷ്ടാവ്. ഉത്തരം പിതാവും പുരോഹിതനും. മിക്ക ലേവ്യന് വർഷം തോറും എന്തു നൽകാം എന്നാണ് പറഞ്ഞത്?
10 വെള്ളി നാണയം വസ്ത്രം ഭക്ഷണം, 100 വെള്ളി നാണയം വസ്ത്രം, 5 വെള്ളി നാണയം ഭക്ഷണം, 200 വെള്ളി നാണയം വസ്ത്രം. ഉത്തരം 10 വെള്ളി നാണയം വസ്ത്രം ഭക്ഷണം. ലേവ്യൻ മിക്കായോടുകൂടെ താമസിച്ചത് എങ്ങനെയാണ്? മടുപ്പോടെ, പേടിയോടെ, സന്തോഷമായി, സങ്കടമായി? ഉത്തരം സന്തോഷമായി. ലേവ്യൻ മിക്കായിക്ക് ആരെ പോലെയായിരുന്നു? ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു പുത്രനെ പോലെ, ഒരു ഭൃത്യനെ പോലെ? ഉത്തരം ഒരു പുത്രനെ പോലെ. മിക്ക ലേവ്യനെ എന്തു പദവിയിലാണ് അവരോധിച്ചത്? രാജാവായി, ന്യായാധിപനായി, പുരോഹിതനായി, പ്രവാചകനായി? ഉത്തരം പുരോഹിതനായി. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് മിക്ക എന്തു പ്രതീക്ഷിച്ചു? കൂടുതൽ ധനം, യുദ്ധവിജയം, കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന്, ഒരു വലിയ കുടുംബം? ഉത്തരം കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന്. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു പോന്നു. അധ്യായവും വാക്യവും ഏത്? ന്യായാധിപന്മാർ 17:5, ന്യായാധിപന്മാർ 17:6, ന്യായാധിപന്മാർ 17:7, ന്യായാധിപന്മാർ 17:10? ഉത്തരം ന്യായാധിപന്മാർ 17:6. എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അധ്യായവും വാക്യവും ഏത്? ന്യായാധിപന്മാർ 17:1, ന്യായാധിപന്മാർ 17:2, ന്യായാധിപന്മാർ 17:3, ന്യായാധിപന്മാർ 17:4? ഉത്തരം ന്യായാധിപന്മാർ 17:2. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. അധ്യായവും വാക്യവും ഏത്? ന്യായാധിപന്മാർ 17:11, ന്യായാധിപന്മാർ 17:12, ന്യായാധിപന്മാർ 17:13, ന്യായാധിപന്മാർ 17:10? ഉത്തരം ന്യായാധിപന്മാർ 17:13. ആയിരത്തി 100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് എൻ്റെ കൈവശമുണ്ട്. ഞാനാണ് അതെടുത്തത്. ആര് ആരോട് പറഞ്ഞു? ലേവ്യൻ മിക്കായോട്, മിക്ക അമ്മയോട്, അമ്മ മിക്കായോട്, തട്ടാൻ മിക്കായോട്? ഉത്തരം മിക്ക അമ്മയോട്. ഞാൻ യൂദായിലെ ബത്ലഹേംകാരനായൊരു ലേവ്യനാണ്. താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. ആര് ആരോട് പറഞ്ഞു? മിക്ക ലേവ്യനോട്, ലേവ്യൻ മിക്കായോട്, ലേവ്യൻ തട്ടാനോട്, മിക്കായുടെ പുത്രൻ ലേവ്യനോട്? ഉത്തരം ലേവ്യൻ മിക്കായോട്. എന്നോടുകൂടി താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക. ആര് ആരോട് പറഞ്ഞു? ലേവ്യൻ മിക്കായോട്, മിക്ക ലേവ്യനോട്, അമ്മ മിക്കായോട്, തട്ടാൻ മിക്കായോട്? ഉത്തരം മിക്ക ലേവ്യനോട്. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് 17-ാം അധ്യായം എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഇത് ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു പോന്നു എന്ന സാഹചര്യം സൃഷ്ടിച്ചു. മിക്കായുടെ കഥ ഇതിന് ഉദാഹരണമാണ്. അവൻ സ്വന്തമായ ഒരു പൂജാഗ്രഹം നിർമ്മിക്കുകയും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയും സ്വന്തം പുത്രനെ പുരോഹിതനായി അവരോധിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ഒരു ലേവ്യനെ പുരോഹിതനായി നിയമിക്കുന്നത് തനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്
വിശ്വസിച്ചത് കൊണ്ടായിരുന്നു.